അങ്ങനെ നന്ദിനിയും ആരതിയും കൂടി മുടിയിൽ മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ട് അമ്പലത്തേക്ക് പ്രവേശിക്കാട്ടോ. അവർ തൊഴാൻ വേണ്ടി നടന്നു പോകുന്നതിനിടെ പിന്നിൽ നിന്ന് വിവേക് വിളിക്കുകയാണ്. ആരതി അത് കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കുകയാണ്. ആരതി ചോദിക്കണം, വിവേകോ നിങ്ങളെന്താ ഇവിടെ? അപ്പോൾ വിവേക് എന്ന് പറയുന്നുണ്ട്, ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ മറ്റൊരാളും കൂടിയുണ്ട്, സൂര്യ എന്ന് പറയട്ടെ. അങ്ങനെ സൂര്യ മുന്നോട്ടേക്ക് വരികയാണ്. സൂര്യയെ വിവേകിനെയൊക്കെ കാണുമ്പോൾ രണ്ടുപേരും അത്ഭുതത്തോട് നോക്കി നിൽക്കുകയാണ്. ആരതിക്ക് കാര്യമെല്ലാം അറിയാമെങ്കിലും അവൾ ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണ് കേട്ടോ. വിവേക് പറയുന്നുണ്ട്, എന്തായാലും ആരതിയുടെ കൂടെ നന്ദിനിയും കൂടി വന്നത് നന്നായി, അതുകൊണ്ട് നന്ദിനിയെയും രണ്ടുപേരെ ഒന്നിച്ച് കാണാനായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറയണ്ട. അതെന്താണ് എന്ന് രണ്ടുപേരും ചോദിക്കുകയാണ്. മറ്റൊന്നുമല്ല, ആരതിക്ക് അറിയില്ല ഇന്നല്ലേ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആരതി ഇന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അവൾക്ക് കാര്യപ്പെടുത്തിട്ടാണ് അതെ ഇന്ന് എന്നൊക്കെ രീതിയിൽ അവൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നന്ദിനി ആകെ ഷോക്കാവും. ഇന്നാണ് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി? അതെ എന്ന് രണ്ടുപേരും പറയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ വന്നിരിക്കുന്നത്. എന്നിട്ട് നന്ദിനി പറഞ്ഞു, എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ആരതി ഇത്രയും നേരമായിട്ട് എന്ന് പറയാണ്. അതിനെന്താ, അത് അമ്പലത്തിൽ സർപ്രൈസ് ആയിട്ട് പറയാമെന്ന് കരുതിയിട്ടാണ്. നേരത്തെ അറിഞ്ഞതിനൊന്ന് സന്തോഷിക്കാമായിരുന്നു എന്ന് ആരതി പറയുന്നുണ്ട്. പിന്നെ നീ ഇപ്പോൾ ദുഃഖിച്ചാണല്ലോ വരുന്നത്? കണ്ട പുല്ലിനോടും കല്ലിനോടും മരത്തിനോടൊക്കെ സംസാരിച്ച് സന്തോഷമായിട്ടില്ല നീ ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്പലത്തിലെ പൂജാരി വന്ന് വിളിക്കുന്നത്. ആരതി, വിവേക്, സൂര്യ, നന്ദിനി എന്ന് വിളിക്കുകയാണ്. 4 പേർ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഒരു വലിയൊരു തട്ടില് 4 ഹാരമായിട്ടുണ്ട് വന്നിരിക്കുന്നത്. ഇത് മംഗല്യഭാഗ്യത്തിന് വേണ്ടി നന്നായിട്ട് പൂജയ്ക്ക് വെച്ചതാണ്, എടുത്ത് അണിഞ്ഞോളൂ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ സൂര്യ എടുക്കുകയാണ്, പിന്നെ വിവേകും ആരതിയും എടുക്കാണ്ടോ. എന്നാൽ നന്ദിനി ആകട്ടെ അതെടുക്കാതെ മടിച്ചു നിൽക്കുകയാണ്. എന്താ നന്ദിനി മടിച്ചു നിൽക്കുന്നത്? നീ അത് എടുക്ക്. ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികം ആയതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് ഇങ്ങനെ മാലയിടാമെന്ന് കരുതി. അതിന്റെ കൂടെ നിങ്ങളും കൂടി വരുന്നതിൽ എന്താ ഇത്ര തെറ്റ്? നമുക്ക് 4 പേർക്കും മാലയിടാലോ എന്നൊക്കെ പറയാൻ എടുക്ക് നന്ദിനി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആരതി നിർബന്ധിക്കാണ്ടോ. അങ്ങനെ മനസ്സിലോട്ട് നന്ദിനി ആ മാല എടുത്ത് കൈ പിടിക്കുകയാണ്. ശേഷം ആരതി വിവേകിനെ ആ മാല അടിക്കുന്നു. വിവേക് തിരിച്ചു ആരതിയെയും അടിക്കുകയാണ്. അപ്പോൾ സൂര്യ നന്ദിനി നോക്കിയിരിക്കുകയാണ്. എന്താ നിങ്ങൾ നോക്കി നിൽക്കുന്നത്? മാല പരസ്പരം അണിയിച്ചു കൊടുക്കുന്നതേ പൂജാരി നോക്കി നിൽക്കുന്നുണ്ട് എന്ന് പറയാൻ. അങ്ങനെ സൂര്യ തന്നെ ആദ്യം അവരുടെ കഴുത്തിൽ അടിക്കുകയാണ്. പിന്നീട് നന്ദിനി തിരിച്ചു അണിയിക്കുന്നതാണ്. അപ്പോൾ വിവേക് പറയുന്നത്, ആർക്കും മണിക്കിടെ നമുക്ക് സെൽഫി എടുക്കാനും. നന്ദിനി പറയാണ്, എന്തിനാ ഇതൊക്കെ ആവശ്യമില്ലാത്ത ഓരോ സെൽഫിയൊക്കെ? അതിനെയൊന്നും ഒരു ആവശ്യമില്ല, ഞങ്ങളെല്ലാവരും നിർബന്ധിച്ചത് മാത്രമാണ് മാലയിടുന്നത്, അല്ലാതെ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല എന്ന് പറയാണ്. അതിനെന്താ നന്ദിനി ഒരു സെൽഫി എടുക്കുന്നത് എന്താ നമ്മൾ അമ്പലത്തിലെത്തി മാലയിടുന്നത് എന്താ പ്രശ്നം എന്ന് പറയാണ്. അങ്ങനെ അവർ 4 പേരും ചിരിച്ചുകൊണ്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീടാണ്. അവിടെ ബാൽക്കണിയിൽ നിന്നും ഇന്ദ്രജയും വേദം ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയുണ്ടോ. അപ്പോഴാണ് ഗേറ്റിനടുത്ത് നന്ദിനിയും ആരതിയും തിരിച്ച് നടന്നെത്തിയിരിക്കുന്നുണ്ടോ. അങ്ങനെ നന്ദിനി പറയുന്നതിന്, നീ അകത്തേക്ക് വാ ആരതി. ഇല്ല, നിന്നെ ഇവിടം വരെ സുരക്ഷിതമായി എത്തിക്കുമെന്ന് ഞാനിരുന്നു. ഇനി നീ അകത്തേക്ക് പോകും, ഞാൻ എന്തേലും പോവുകയാണ്. ഇവിടെത്തിക്കാൻ ഒരുപാട് മണിക്കൂർ, ഭക്ഷണം ഒന്നും റെഡിയായിട്ടില്ല എന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും യാത്ര പറഞ്ഞ് അവിടെ പോവുകയാണ്. ശേഷം നന്ദിനി അകത്തേക്ക് കടക്കുകയാണ്. ഇതെല്ലാം കണ്ടിരിക്കുന്ന വേദം ഇന്ദ്രജി പറഞ്ഞു, അതും ഈ സമയത്ത് എന്തിനായിരുന്നു എന്ന് പറഞ്ഞ് അവർ ഓരോരുത്തരും താഴേക്ക് വീഴുന്നുണ്ട്. അപ്പോഴേക്കും നന്ദിനി അകത്തെത്തുന്നുണ്ടായിരുന്നു. നിൽക്കടി എന്ന് പറയാണ്. അങ്ങനെ അവർ നീ എവിടേക്കാ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അമ്പലത്തിലേക്ക്. ഈ സമയത്തോ? അതെ, നന്ദിനി വന്ന് വിളിച്ചതുകൊണ്ട് എല്ലാ സാധനവും ചോദിച്ചിട്ടാണ് ഞാൻ പോയത് എന്ന് പറയാട്ടോ. എന്നാലും ഇന്ന് രണ്ടുപേരും ഇപ്പോൾ ഒന്നിച്ചു പോകാൻ മാത്രം എന്താ ഉണ്ടായത്? ഇന്ന് ആദ്യ ചേച്ചിയുടെയും വിവേകന്റെയും വിവാഹ വാർഷികമാണ് എന്ന് പറയാൻ. അവരുടെ വിവാഹ വാർഷികമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ എന്ന് പറയാട്ടോ. പിന്നെ നീ എന്താ ഞങ്ങളെ കുട്ടികളാക്കുകയാണോ? ഓരോ കാര്യം പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങ് വിളിച്ച് നടക്കാമെന്ന് കരുതിയോ നീ എന്നൊക്കെ ചോദിക്കാൻ ഇന്ദ്രജ. സത്യമായിട്ടും എന്നോട് അവരതാണ് പറഞ്ഞത് എന്ന് പറയും നന്ദിനി. എന്നാൽ അതല്ല, അവരുടെ വിവാഹ വാർഷികം ഓഗസ്റ്റ് 1-നാണ്. അന്ന് ഏട്ടനാണ് അവരുടെ വിവാഹം നടത്തി കൊടുത്തത്. ആർക്കും താല്പര്യമില്ലാത്തൊരു വിവാഹമായതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല, ഏട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയേണ്ടവർ. അപ്പോൾ നന്ദിനി പറയും, ആകെ ഷോക്കാവുന്നു. എന്താണെന്നോ സത്യാവസ്ഥ എനിക്കറിയില്ല, പക്ഷേ എന്നോട് അവരതാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോവുകയും ചെയ്തു എന്ന് പറയാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്ന് അവൾ പതിയെ പറയാൻ. എന്നിട്ട് അകത്തേ കാര്യം പോകാൻ നിൽക്കുമ്പോൾ ഇന്ദ്രജ പറയുന്നത്, നിൽക്കടി അവിടെ. നീ എന്താ ചുണ്ടിന് താഴെ വെച്ച് എന്തോ പിറുപിറുക്കുന്നത് കേട്ടല്ലോ, ഉച്ചത്തിൽ പറയടി എന്ന് പറയുന്നുണ്ട്. പക്ഷെ നന്ദിനി ഒന്നും ഇടാതെ നിൽക്കാണ്ടോ. റൂമിലെത്തിയ അവളുടെ ഫോണിലേക്ക് ആരതി വിളിക്കാണ്. നന്ദിനി, സോറിടാ, ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം കള്ളമാണ്. ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികം ഒന്നുമല്ല, ഓഗസ്റ്റ് 1-നാണ് ഞങ്ങളുടെ വിവാഹ വാർഷികം. സൂര്യയും വിവേകും അവിടെ വന്നത് എന്തോ പ്ലാനുമായിട്ടാണ്. അതെന്താണെന്ന് അവർ എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ വെച്ച് അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാനും കൂട്ടുന്നതേയുള്ളൂ. എന്നോട് അങ്ങനെ കളവ് പറഞ്ഞ് നീ എന്നോട് ക്ഷമിക്കടാ എന്നൊക്കെ പറയാണ്. നന്ദിനി പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം. നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ടോ ആരതി. വീട്ടിൽ വന്ന് കയറിയപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ വിവാഹ വർഷം ഓഗസ്റ്റ് 1-നാണെന്ന്. അപ്പോൾ തന്നെ എനിക്ക് കാര്യമൊക്കെ മനസ്സിലായി എന്ന് പറയാണ്.
അപ്പോൾ ആരതി പറയുന്നത്, നന്ദിനി എന്നോട് പിണക്കമൊന്നും തോന്നല്ല, ഇതേ പേരിൽ മിണ്ടാതെ നിൽക്കരുത്. ഞാൻ വിവേക് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തത്. നിന്നെയും കൂട്ടി എങ്ങനെയെങ്കിലും അമ്പലത്തിൽ എത്തിക്കണമെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കളവ് പറഞ്ഞത് കേട്ടോ എന്നൊക്കെ പറയാണ്. ഇല്ല ആരതി, എനിക്ക് നിന്നോടൊരു പിണക്കവുമില്ല. നീയല്ലല്ലോ എന്നിൽ നിന്ന് മറച്ചു പിടിച്ചത്. മാത്രമല്ല ഞാൻ ഒരേ ഒരാളോട് മാത്രമേ എൻ്റെ എല്ലാ വിഷമങ്ങളും മനസ്സിലൊന്ന് പറയാറുള്ളൂ, അത് നിന്നോടല്ലേ. ആ നിന്നോട് പിണങ്ങിയാൽ പിന്നെ ഞാൻ പിന്നെ ആരോടെ പറയാ എന്നൊക്കെ പറയാനുണ്ട് നന്ദിനി. ആരതി പറയുന്നത്, എന്തായാലും വിവേക് വരട്ടെ, എന്തിനായിരുന്നു ഇതെല്ലാം എന്ന് ഞാൻ ചോദിച്ചു നോക്കാം. അപ്പോൾ നന്ദിനി പറയുന്നത്, സൂര്യ സാർ വരട്ടെ, ഞാൻ ചോദിച്ചു നോക്കാം എന്ന് പറയാണ്. അങ്ങനെ അവർ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ സൂര്യ റൂമിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് നന്ദിനി അവിടെ ഒരേ ഒരു നിൽപ്പാണ്. എന്താ നീ ഇവിടെ നിൽക്കുന്നത്, നിനക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നന്ദിനി പറയുന്നുണ്ട്, എന്റെ ജോലികൾക്കെല്ലാം നേരത്തെ കഴിഞ്ഞു. ഓഹോ അത് ശരി, അപ്പോൾ ഭർത്താവ് വരുന്നത് കാത്തു നിൽക്കുന്ന ഭാര്യമാരുണ്ട് റൂമിലേക്ക്, അങ്ങനെയായിരിക്കും അല്ലേ? അതൊന്നുമല്ല സാർ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാൻ. ഇന്ന് അമ്പലത്തിൽ വെച്ച് ആരതിയുടെയും വിവേകിനെ വിവാഹവാർഷികമാണെന്ന് പറഞ്ഞല്ലോ, പക്ഷെ ഇന്നല്ലല്ലോ അവരുടെ വിവാഹ വാർഷികം. ഞാൻ ആരതിയെ വിളിച്ചിരുന്നു, അവൾക്കെന്താ തെറ്റില്ലല്ലോ, പിന്നെ എന്തിനാണ് അമ്പലത്തിൽ വെച്ച് അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് എന്ന് ചോദിക്കാനുണ്ട്. അപ്പോൾ സൂര്യ കൺഫ്യൂസ്ഡായി നിൽക്കുകയാണ്. എന്തിനായിരുന്നു വഴിപാട് നടത്തി മാല കഴുത്തിൽ അണിയിച്ചത്? അപ്പോൾ സൂര്യ പറയുന്നത്, ഓരോന്നിനും അതിൻ്റെതായ കാരണങ്ങളുണ്ട് എന്ന് പറയാറില്ലേ, ആ കാരണം എന്താണ് എനിക്ക് അറിയേണ്ടത് എന്ന് പറയണ്ട നന്ദിനി. എന്തായിരുന്നു സാറിന്റെ ഉദ്ദേശം? അപ്പോൾ സൂര്യ പറയുന്നത്, വെയിറ്റ് ആൻഡ് സീ, തന്നോട് പറയാനുള്ള സമയമാക്കുമ്പോൾ ഞാൻ പറയോ, അതുപോലെ പറ്റില്ല, എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് വാശി പിടിക്കേണ്ട നന്ദിനി. വെറുതെ വാശി കാണിക്കല്ലേ നന്ദിനി എന്ന് പറയുന്നുണ്ട് സൂര്യ. വാശി കാണിക്കണം സർ, ഇത് അറിഞ്ഞേ എനിക്ക് പറ്റൂ. നാളെ ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇതിനകത്ത് കിടന്ന് അനുഭവിക്കേണ്ടത് ഞാനാണ്. ചവിട്ട് കൊള്ളാം, പക്ഷെ അത് എന്തിനാണെന്നെങ്കിലും അറിഞ്ഞിരിക്കേണ്ട. തന്നെ ആരും ഇവിടെ ചവിട്ടില്ല, തനിക്കൊരു പോറൽ പോലും ഇവിടെ നിൽക്കും, ദാറ്റ്സ് മൈ ഗ്യാരണ്ടി എന്ന് പറയാനുണ്ട് സൂര്യ. പണി കഴിഞ്ഞെങ്കിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് പെണ്ണ്, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് എന്ന് പറയാൻ സൂര്യ. പറ്റില്ല, അങ്ങനെ സാറിന് ഞാൻ ഉറങ്ങാൻ സമ്മതിക്കില്ല. അപ്പോൾ സൂര്യ പറയുന്നത്, എനിക്ക് ഉറങ്ങാൻ അങ്ങനെ ആരുടെ സമ്മതം വേണ്ട, എന്റെ വയറ്റിൽ കിടക്കുന്നവന്മാരുണ്ടല്ലോ, അവർ പാടി എന്നെ ഉറക്കിക്കോളും എന്ന് പറഞ്ഞ് അവൻ ഉറങ്ങാൻ പോവാൻ കേട്ടോ. പിന്നെ താൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ നാളെ നേരെ വെളുക്കുമ്പോൾ തന്നെ തനിക്ക് ഉത്തരം കിട്ടിയിരിക്കും, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് അവൻ ബെഡിലേക്ക് വീഴാണ്, എന്നിട്ട് ഉറങ്ങാൻ കേട്ടോ. എന്നാൽ നന്ദിനിയായിട്ട് ആകെ ടെൻഷനായിട്ട് നോക്കി നിൽക്കാൻ. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെയാണ്. സുമ അകം തൂത്തുവരാൻ വേണ്ടി ചൂലുമായിട്ട് പോവാൻ. ആ സമയത്താണ് ഹോളിലെ ചുമരിൽ ഒരു റെഡ് കളർ ക്ലോത്ത് വിരിച്ചിട്ടിരിക്കുന്നത് കാണുന്നുട്ടോ. അപ്പോൾ അയ്യോ ഇതെന്താണ്, ഇതാരാ ഇവിടെ വിരിച്ചിട്ടിരിക്കുന്നത് എന്നൊക്കെ ആലോചിക്കുകയാണ്. എന്നിട്ട് രാജുവേട്ടനെ വിളിക്കുന്നത്. രാജുവേട്ടനും അതുപോലെ സംശയം, ഇത് ആര് ചെയ്തു? അപ്പോഴത്തെ താഴേക്ക് ഇന്ദ്രജയും വേദയും ഇറങ്ങി വരുന്നത്, ഒപ്പം തന്നെ പത്മവും ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് എല്ലാവർക്കും ഇത് ആരാണ് ചെയ്തത്, എന്താണിപ്പോൾ ഇതിന്റെ പിന്നിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പത്മ പറയുന്നത്, സുമേ ഇന്നെന്താണ് എന്റെ ബെഡ് കോഫി കൊണ്ടുവരാഞ്ഞത്? മാഡം ഞാൻ കൊണ്ടുവരാൻ ഇരിക്കായിരുന്നു, അപ്പോഴാണ് ഹാളിൽ ഇങ്ങനെ ഒരു സാധനം കാണുന്നത്. എന്നാലും എന്തായിരിക്കും ഇതിനകത്ത്, ആരായിരിക്കും ഇത് ചെയ്തത് എന്നൊക്കെ കൺഫ്യൂഷൻ നിൽക്കുകയാണ്. അപ്പോൾ പത്മ പറയുന്നുണ്ട്, ആര്, ഇവിടെ നമ്മളല്ലാതെ 3 പേരുണ്ടല്ലോ, ആരും അറിയാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് അവർ 3 പേരിൽ ആരെങ്കിലും ആയിരിക്കും എന്ന് പറയണം പത്മ. അങ്ങനെയാണെങ്കിൽ സംശയിക്കേണ്ട, അത് നന്ദിനി തന്നെ ആയിരിക്കും എന്ന് ഉറപ്പിച്ച് പറയട്ടെ വേദ. ഇത് കേട്ടുകൊണ്ട് സൂര്യയും അവിടേക്ക് വരികയാണ്. സൂര്യ പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും സംശയത്തിന് ഞാൻ നിങ്ങൾക്ക് ഒരു ഉത്തരം തരാം. അത് വെച്ചത് നന്ദിനിയോ മറ്റാരുമല്ല, ഞാനാണ്. ഇതെന്റെ വീടല്ലേ, അതുകൊണ്ട് ഈ വീട്ടിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് തീരുമാനിക്കും. അതിവിടെ ആരും ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങളെല്ലാവരും അതെന്താണ് എന്നറിയാതെ കഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതിനുള്ള ഉത്തരം തരാം എന്ന് പറഞ്ഞിട്ട് അവൻ അതിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങാണ്. എന്നിട്ട് അതിന് മുകളിലിട്ടിരിക്കുന്ന ആ ചുവപ്പ് കർട്ടൻ അങ്ങ് എടുത്തു മാറ്റിയാണ് കേട്ടോ. അതിൽ കണ്ടതും എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ്. അത് മറ്റൊന്നുമായിരുന്നില്ല, സൂര്യയുടെയും നന്ദിനിയുടെയും അമ്പലത്തിൽ വെച്ചിട്ടുള്ള ആ മാല ചാർത്തിയതിന്റെ ഫോട്ടോസ് ആയിരുന്നു കേട്ടോ. അത് കണ്ട് പിന്നിൽ നിൽക്കുന്ന നന്ദിനിയും ആകെ ഷോക്കാവാണ്. സർ ഇത് എന്ന് പറയാൻ അവൾ അറിയാതെ ഏതീന്ദ്ര സാറും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം ആ ഫോട്ടോ കണ്ട് ആകെ അത്ഭുതത്തോടെ നിൽക്കുകയാണ്. പത്മ പറയുന്നുണ്ട്, എന്തിനെ ഈ നശിച്ചവളുടെ ഫോട്ടോ ഇവിടെ വെക്കണം, ഇവിടെ നിന്നും എടുത്തു മാറ്റൂ രാജു എന്ന് പറയാൻ കേട്ടോ. രാജു മാഡം അത് എന്ന് പറഞ്ഞ് നിൽക്കുക. എന്താ നിനക്ക് ഞാൻ പറഞ്ഞത് കേട്ടൂടെ, ഇത് പത്മയുടെ വീടാണ്, ഈ വീട്ടിൽ നിന്നും ഇത് എടുത്തു മാറ്റണം, ഇതൊന്നും ഇവിടെ പാടില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രാജുവിനെയും പത്മയെയും തിരിച്ചു മറിച്ച് നോക്കിക്കൊണ്ട് സൂര്യ പറയുന്നത്, ഞാൻ ചുമരിൽ വെച്ച ഈ ഫോട്ടോ ആരെങ്കിലും ഒരാൾ എടുത്തു മാറ്റുകയാണെങ്കിൽ അവരുടെ കൈ ഞാൻ വെട്ടും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രാജു ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. പത്മയാകട്ടെ ഛേ എന്ന് പറഞ്ഞ് മുഖം തിരിക്കാൻ കേട്ടോ. ഇത് ഈ വീട്ടിൽ എന്നും ഇതേ സ്ഥാനത്ത് നിൽക്കും. രാവിലെ എല്ലാവർക്കും എഴുന്നേറ്റ് വരുമ്പോൾ കാണാൻ പറ്റിയ നല്ലൊരു കണിയല്ലേ, നല്ല ഐശ്വര്യവും ഉണ്ടാകും ആ ദിവസം. ആൽബത്തിൽ അവരുടെ ഫോട്ടോ കണ്ടിട്ട് എന്തൊക്കെയായിരുന്നു ചിലർ ഇവിടെ ചെയ്തു കൂട്ടിയത്, എന്തുകൊണ്ടും ഈ ഫോട്ടോ ഇവിടെ നിൽക്കുന്നത് നല്ലതാണ് എന്ന് പറയാൻ. അപ്പോൾ നന്ദിനിക്ക് ദേഷ്യം വരുന്നു, സർ എന്തിനാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നത്, ഞാൻ അറിയാതല്ലേ സാർ ഈ ഫോട്ടോ എടുത്തത്, അതുകൊണ്ട് ഈ ഫോട്ടോ ഇവിടെ വെക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ എടുത്തു മാറ്റാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവൾ അതിന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ സൂര്യ ദേഷ്യത്തിൽ തന്നെ, നന്ദിനി അതിൽ തൊട്ടു പോകരുത് എന്ന് പറയാൻ.